ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷ സീസൺ 1 എപ്പിസോഡ് 2. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് കുറച്ചൊക്കെ ഒരു എരിവും പുളി ഉണ്ടായിരുന്നു, ഒരു ഫയർ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ആദ്യത്തെ എപ്പിസോഡ് വാസ് ലൈക്ക് ലിറ്റിൽ ബിറ്റ് ഡൗൺ, ബട്ട് ഇത് കൊള്ളാം. അതായത് ആദ്യത്തെ എപ്പിസോഡിൽ ഒരു ടാസ്ക് കൊടുത്തിട്ട് ആ ടാസ്കിൽ സക്സസ്ഫുൾ ആവാത്ത മാറ്റി നിർത്തപ്പെട്ട 20 പേരെ തിരിച്ച് ഫ്ലോറിലേക്ക് വിളിച്ച് അവർക്ക് വീണ്ടും ഒരു ചാൻസ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ആദ്യത്തെ ടാസ്ക് കൊടുത്തത് എന്ന് തോന്നിപ്പോയി. ആദ്യം ടാസ്ക് കൊടുത്ത് അതിൽ കളിച്ച് ജയിച്ച് 20 പേർക്ക് ഒരു അപ്പർ ഹാൻഡും ഇല്ല. ഓക്കെ, ഒരു അപ്പർ ഹാൻഡും ഇല്ല. കാരണം അവർ ജയിച്ചു, അവർക്ക് ആ ഒരു എപ്പിസോഡിൽ ടാസ്ക് കൊടുത്തു, അതിൽ കുറച്ച് പേര് എഗെയിൻ ഒരു മാച്ച് അവർ ടീമായി തിരിച്ച് ജയിച്ചു, ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടി, കുറേ പേര് സേഫായി, കുറേ പേര് അൺസേഫ് സോണിൽ പോയി. ആൻഡ് എഗെയിൻ ഈ ലൂപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യാനാണ് ആദ്യത്തെ ടാസ്ക് തോറ്റ 20 പേരെ കൊണ്ട് എന്നുണ്ടെങ്കിൽ എന്തിനാ പിന്നെ അങ്ങനത്തെ ഒരു പരിപാടി കാണിച്ചത്? അതൊരു തരം ഗിമിക്കായിപ്പോയി. ഇങ്ങനത്തെ ഗിമിക്കുകളൊക്കെ ബിഗ് ബോസിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അത് അവരുടെ ഷോ അവർ റൺ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞിട്ട് വിടുക എന്നല്ലാതെ. പക്ഷെ കാണുന്ന പ്രേക്ഷകൻ എന്ന രീതിക്ക് ഇത് എന്തുവാടെ ഇത് എന്തെന്നാ ഈ വളിപ്പത്തരം എന്ന് ചോദിക്കേണ്ട ഒരു സാധനം എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. കാരണം ഒരു രീതിയിലും ഇതിപ്പോൾ അവരെ മാറ്റി നിർത്തി അവരോട് നിങ്ങൾ തോറ്റു എന്ന് പറഞ്ഞാൽ അവരവിടെ നിർത്തി രണ്ടാമത് ഇതൊക്കെ ഒരു ദിവസം തന്നെയാണല്ലോ ഷൂട്ട്. അല്ലാതെ ഇത് ഇന്ന് കഴിഞ്ഞ് നമ്മൾ കാണുന്ന ഒരു എപ്പിസോഡ് വൈസ് ഓരോ ദിവസമൊന്നുമല്ല. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് സാധനം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഓക്കെ, കാണുന്ന പ്രേക്ഷകരെ ഒരുമാതിരി പൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു റിക്വസ്റ്റാണ്. ഫൈൻ. ആൻഡ് അഗെയിൻ ഇന്നത്തെ എപ്പിസോഡിനകത്ത് കുറേ ഹാപ്പനിങ്സ് ഉണ്ട്. ആദ്യം തന്നെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഇവരെ എല്ലാവരെയും വിളിച്ച് ഫ്ലോറിലേക്ക് കയറ്റുന്നതിന് മുമ്പ് ഇന്നലത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരാണൊരു കോണ്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഈ വന്ന 20 പേരിൽ നിന്ന് ചോദിച്ചപ്പോൾ രഞ്ജിനിയും റിയാസും കൊടുത്തൊരു റിപ്ലൈ ഉണ്ട്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ പങ്കെടുക്കണമെങ്കിൽ എല്ലാവരും കുറച്ചൊക്കെ ഫിയർലെസ് ആയിരിക്കണം. I would also have to probably say പൂജ. ഒരു ഷോന് വരുന്ന ആദ്യത്തെ ദിവസം നമ്മൾ പൊതുവെ എല്ലാവരും കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കും, നെർവസ് ആയിരിക്കും. അപ്പം നമ്മളൊന്ന് ബിഹേവ് ചെയ്യാൻ നോക്കും. പൂജ പക്ഷെ അവളുടെ ആദ്യമൊക്കെ അവളൊന്ന് മിണ്ടാതെ നിന്നു. പക്ഷെ ആ കീ വേറൊരു കുട്ടി എടുത്തിട്ട് അത് തിരിച്ചു കൊടുക്കാത്തൊരു സമയം അവൾ മനസ്സിലാക്കി, ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇത് പോകും. അതിലൊരു ഓക്കെ, അപ്പോൾ പൂജ ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടതാണ്. ആ കീ വേറൊരു പയ്യൻ്റെ കയ്യിലുണ്ടായിട്ട് അവൻ തുറക്കാൻ ശ്രമിച്ചിട്ട് പിന്നെ അതിന് അവിടെ കിടന്ന് കരഞ്ഞ് അത് പ്രശ്നമാക്കി പിന്നെ എല്ലാവരും കൂടി കൈയടിച്ച് പാസ്സാക്കി കയറ്റിയ പൂജയെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രേക്ഷകരാണെങ്കിൽ പോലും ഫസ്റ്റ് എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയതും നോട്ടീസ് ചെയ്തതും ഒക്കെ പൂജയെ തന്നെയാണ്. എഗെയിൻ ജഡ്ജസും ആ ഒരു തീരുമാനം പറഞ്ഞതിൽ നമുക്കൊന്നും വിഷയമല്ല. ഓക്കെ, ഇനി 20 പേരെ തിരിച്ച് ഫ്ലോറിലേക്ക് ഇവർ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇവർ തിരിച്ച് ഫ്ലോറിലേക്ക് വിളിച്ചതിന് ശേഷം ഈ വന്ന കൂട്ടത്തിലൊരു പൂജ ഉണ്ട്. ഇപ്പം 2 പൂജ ഉണ്ട്. ഈ വന്ന കൂട്ടത്തിലെ പൂജ, അതായത് റിനീഷ് ചോദിക്കുകയാണ് ഇന്നലെ നടന്ന ടാസ്കിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ഓബ്വിയസ്ലി തോറ്റു, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ചാൻസ് ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ കൂട്ടത്തിലെ വേറൊരു പൂജ പറഞ്ഞത് നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയില്ല, അപ്പൊ വിഷമം ഉണ്ടായിരുന്നു. ഇന്നലത്തെ കളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആക്ച്വലി ഇവിടെ ജസ്റ്റിസ് സർവ് ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ പൂജനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഗെയിമിന്റെ ആ ഗെയിം ബോർഡ് വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ലോക്ക് ഓപ്പൺ ചെയ്തവർക്ക് മാത്രമേ ആ റൗണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. പൂജ കരഞ്ഞത് കാരണം മാത്രം അവിടെ ഇമോഷണൽ സീൻ ഉണ്ടാക്കി. സംസാരിക്കട്ടെ, നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരുന്നോ പൂജയെ കയറ്റി വിട്ടാൽ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന്? ചോദിച്ചിരുന്നു. ചിലവർക്ക് റെഡിയായി, ചിലവർക്ക് എനിക്ക് റെഡിയായില്ല. അപ്പൊ ഞാൻ ആ അവസരം പോയി എന്തായാലും ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ആ ടാസ്ക് ഒരു കാര്യം നിങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, നിങ്ങളാണ് കൂട്ടത്തിൽ ഏറ്റവും അലമ്പ്. Accepted. Okay, done. We are done. No more talking. No more. When we say no more talking, you stop talking. Do you understand? പലരും രഞ്ജിനി പറഞ്ഞൊരു സാധനമുണ്ട്, ഇപ്പം ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കേണ്ട അതുകൊണ്ട് സംസാരിക്കേണ്ട. ചിലരൊക്കെ അങ്ങനെ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഇന്ന് വീഡിയോ കണ്ടവരൊക്കെ പറഞ്ഞ്
അതെന്താണ് അത്ര അറഗൻ്റ് ആയത് രഞ്ജിനി? അങ്ങനെ ആവാൻ പാടും, അങ്ങനെ ചെയ്യാൻ പാടും, അങ്ങനെയൊന്നുമില്ല. കാരണം ഇവർ ഒരു ജഡ്ജാണ്. അപ്പോൾ ഒരു ജഡ്ജായിട്ടിരിക്കുന്ന ഒരാൾക്ക് കുറച്ചൊക്കെ ഒരു ജഡ്ജിൻ്റേതായിട്ടുള്ള പവർ കയ്യിൽ വേണം. അല്ലാതെ അങ്ങനെ ലൂസാക്കി വിട്ടു കൊടുക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ആ മണി അടിച്ചത്. അവർക്ക് ആ മണി കൊടുത്തത് തന്നെ എന്തിനാ? ലൂസ് ടോക്സ് വന്നു കഴിഞ്ഞാൽ, അവർക്ക് ഇൻട്രസ്റ്റഡ് ഇല്ലാത്ത ടോക്സ് വന്നു കഴിഞ്ഞാൽ മണി അടിച്ചിട്ട് വിട്ട വണ്ടി എന്ന് പറയാനാണ്. പിന്നെ ഈ പൂജ പറഞ്ഞ കാര്യങ്ങൾ, കരഞ്ഞതുകൊണ്ട് ആ പെണ്ണ് കയറി, അതുകൊണ്ട് അവൾക്ക് കിട്ടി, എൻ്റെ കയ്യിലും 2 ക്ലൂ കാർഡ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചാൻസ് കിട്ടിയില്ല. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞുള്ള ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെയാണ് ഈ സെറ്റപ്പ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഗിമിക്ക് കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ഒരു ഔട്ട്റേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കാണിച്ചു കഴിഞ്ഞാൽ അതിന് ക്യാമറ സ്പേസ് കിട്ടും. ഓക്കെ, ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. നമ്മളൊരു ഗെയിം കളിക്കാൻ പോകുന്ന സമയത്ത് ആ ഗെയിമിൻ്റെ ഫോർമാറ്റിൽ നോർമലായിട്ട് കളിച്ചിട്ട് പോയാൽ ചിലപ്പോൾ ക്യാമറ നമ്മളെ ഭാഗത്തേക്ക് തിരിയേയില്ല. അല്ലെങ്കിൽ നമ്മളായിരിക്കണം ആ ഗെയിമിൽ ഫസ്റ്റ് പൊസിഷനിൽ നമ്മളായിരിക്കണം, അങ്ങനത്തെ ഒരു ടാസ്ക് ആണെങ്കിൽ. അല്ലാത്ത പക്ഷം ഇല്ല, എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ട്രാ ഗിമിക്ക് അല്ലെങ്കിൽ ഒരു കുരുട്ടത്തരം, കുനിഷ്ട്, മനസ്സിലായോ, അല്ലെങ്കിൽ ഒരു ലൂപ്പ് ഹോൾ, ഇതൊക്കെ കാണിച്ച് നമ്മളവിടെ ഒരു സീൻ അല്ലെങ്കിൽ ആ ഒരു ക്യാമറ അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓബ്വിയസ്ലി ആ പേഴ്സ്പെക്റ്റീവിലുള്ള വിഷ്വൽസേ പുറത്തു പോകും. ഈവൻ ജഡ്ജസ് ആണെങ്കിൽ പോലും നിങ്ങൾ ആലോചിക്കണം, ഇന്നലെ ആ പറഞ്ഞ പെർട്ടിക്കുലർ ഇവരുടെ ഗെയിം കണ്ടത് ഈ ആസ്പെക്റ്റിലാണ്. അതായത് അവരും കാണുന്നത് നമ്മളെപ്പോലെ ടി വിയിൽ ആ ക്യാമറ ഔട്ടിൽ നിന്ന് മാത്രം, അവരുടെ കണ്ണിൻ്റെ മുന്നിലല്ല ഇന്നലെ എന്ത് നടന്നത്, ഈ പറഞ്ഞ ഗെയിം ചാവി തൂക്കിയിട്ടുള്ള പരിപാടി നടന്നത്. അവരും കണ്ടത് നമ്മൾ കണ്ട പോലെ തന്നെ ആ ഫ്ലോറിൽ അവർ ക്യാമറ വെച്ചെടുത്തതിൻ്റെ വിഷ്വൽസാണ്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പൂജ, ഇപ്പോൾ ഇവിടെ വന്നിട്ട് അവർ കരഞ്ഞുകൊണ്ട് കയറിപ്പോയി എന്ന് പറഞ്ഞ പൂജ ഇന്നലെ മറ്റേ പൂജയുടെ ബാക്കിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് വിഷ്വൽസ് നോക്കിയാൽ അറിയാം. വെയിറ്റ് ചെയ്യായിരുന്നു. ഈ കരഞ്ഞ പൂജ ഇതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റി വെയിറ്റ് ചെയ്ത് കരയാതെ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ നോക്കിയിരുന്ന മറ്റവൻ അവിടെ ആ ചാവിട്ട് തിരിച്ച് അതെൻ്റെ സ്ട്രാറ്റജി, അവനത് തിരിച്ച് എന്ത് ചെയ്യും, അവിടെ പൊട്ടിച്ച് അവിടെ ഇട്ടിട്ട് പോരും. മനസ്സിലായോ? ആ രീതിക്ക് ആക്കി മാറ്റുമായിരുന്നു. പക്ഷേ മറ്റേ പൂജയ്ക്ക് അവിടെ റിയാക്ട് ചെയ്യാൻ തോന്നി, അവർക്ക് അവരുടെ പ്ലേസിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ തോന്നി. ഈ പൂജയ്ക്ക് അത് തോന്നിയില്ല. മനസ്സിലായോ? അതിനിപ്പോൾ വന്നിരുന്നിട്ട് അതൊരു ബ്ലെയിം ആക്കിയെടുത്ത്, അല്ലെങ്കിൽ അത് അവിടെ ആ ഫ്ലോറിൽ തന്നെ കച്ചറയാക്കേണ്ടിയിരുന്നു. ഇപ്പം എൻ്റെ കയ്യിലും ക്യൂ കാർഡ് ഉണ്ട്, ഈ പൂജയ്ക്ക് കരഞ്ഞുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തത്, അല്ലെങ്കിൽ ഒന്നും കൂടി ഞങ്ങൾ രണ്ടാളും കൂടി ഓടിപ്പോയിട്ട് ആരാ ഫസ്റ്റ് ലോക്ക് തുറക്കണം അങ്ങനെ തുറക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ആർഗ്യൂ ചെയ്യേണ്ടിയിരുന്നു. അത് ചെയ്തില്ല. അതോടുകൂടി ഈ പൂജ പെട്ടു. പിന്നെ ഇപ്രാവശ്യത്തെ അഗ്നിപരീക്ഷ കോണ്ടസ്റ്റൻസിനൊക്കെ ഉള്ള ഒരു അപ്പർ ഹാൻഡ് എന്താണെന്നറിയോ? അവർക്കിപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും നടന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ടൈമിലൊക്കെ ദേ ക്യാൻ അപ്ലോഡ് വീഡിയോസ്. അവർക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നു അവർക്ക് കോൺട്രാക്ട്സ് ഇല്ലാതെ തോന്നുന്നു. ഓക്കെ, ബിഗ് ബോസിൻ്റെ ഷോ തുടങ്ങി ആ ഒറിജിനൽ OG ബിഗ് ബോസ് ഷോയിലാണ് എന്തുള്ളത്, ഞാൻ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നല്ല പറഞ്ഞത്, ബിഗ് ബോസ് ഷോ, ആ ഷോയിൽ സീസൺ 8 ആ ഷോയിലാണ് എന്തുള്ളത്, അവർക്ക് കോൺട്രാക്ട്സ് ഉള്ളത് തോന്നുന്നു. എന്ത് ഇങ്ങനെ വീഡിയോസോ അല്ലെങ്കിൽ കാര്യങ്ങളോ പുറത്തു വന്ന് കാര്യങ്ങൾ പറയരുത് എന്നുള്ളത്. മേ ബി ഇത് കുറച്ചും കൂടി ആളുകളിലേക്ക് എത്താനും എന്തെങ്കിലും ഒരു ഡിസ്കഷൻ പോയിന്റ് വരാൻ വേണ്ടിയിട്ടുമായിരിക്കും ഈ കണ്ടസ്റ്റൻസിനൊക്കെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. ഇന്നലെയൊക്കെ ഒരുപാട് പേര് വീഡിയോസായിട്ട് ഞാൻ കണ്ടു. ഇപ്പോൾ ഈ ഒരു പൂജയുടെ വീഡിയോ തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊരു എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പൂജയുടെ കൂടെ നിന്ന് തല്ലുകൂടി ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് അലമ്പാക്കിയിരുന്നെങ്കിൽ എനിക്കും 20th പൊസിഷനിൽ പോകാൻ പറ്റുമായിരുന്നു. ഹലോ, ഞാൻ പൂജ അജയ്. ഞാൻ ഇപ്രാവശ്യം ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയിലെ ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പോൾ ബിഗ് ബോസ് ഇപ്രാവശ്യത്തിൽ 2 പൂജയുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഈ സീസണിൽ 2 പൂജയുണ്ട്. ഒന്ന് പൂജ ശരത്തും ഒന്ന് പൂജ അജയ്, അതായത് ഞാനും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എപ്പിസോഡ് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു. ജിയോ ഹോട്ട്സ്റ്റാറിലും വന്നു 12 മണിക്ക്, ഇതിപ്പോൾ 9 മണിക്ക് ഏഷ്യാനെറ്റിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 2 ഷോയും കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് മെസ്സേജ് അയക്കാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, പൂജ ശരത്ത് അവിടെ കിടന്ന് കരഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട് അത് മത്സ്യത്തെ താഴെ കിടന്ന ടാസ്കിൽ നന്നായിട്ട് കളിച്ച് അങ്ങനെ കിടന്ന് കരഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബാക്കിൽ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുറേ പേര് അതാണ് പിന്നെ അതിന് കമന്റ് ഒക്കെ ഇട്ടിട്ട് നീ എന്തായിരുന്നു ബാക്കിൽ ചെയ്ത്, നീ എന്തിനാ പോയത്, ഇങ്ങനെ കുറേ കമന്റ്സ്. അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ശരിക്കും അവിടെ നടന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മത്സ്യത്തെ താഴെ എന്ന് പറഞ്ഞ ടാസ്കിൽ നമ്മുടെ ലോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ കണ്ടസ്റ്റന്റിന് പ്ലേസിൽ പോയി നിൽക്കാനും പറ്റുള്ളൂ, ആ കണ്ടസ്റ്റന്റ് ജയിക്കുകയുള്ളൂ. ബട്ട് ഇവിടെ പൂജ ശരത്തും ഞാനും, എനിക്കും ക്ലൂ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പൂജ ശരത്തും ക്ലൂ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ലോക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ആ ലോക്ക് നമ്മുടെ ഷ്യാം എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ലോക്ക് നമ്മൾ തുറക്കുന്ന സമയത്ത് അത് ജാമാക്കി വെച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും തുറക്കാൻ പറ്റിയില്ല. മെയിൻ ഹൈലൈറ്റ്, എനിക്കും ക്ലൂ കാർഡ് ഉണ്ട്, പൂജയ്ക്കും ക്ലൂ കാർഡ് ഉണ്ട്, പൂജ ശരത്തിനും ക്ലൂ കാർഡ് ഉണ്ട്. അവൾക്ക് തുറക്കാൻ പറ്റില്ല. അവൾ കിടന്ന് കരച്ചിലായി, ബഹളമായി, അലമ്പായി. ഞാൻ അവിടെ കിടന്നിട്ട് എനിക്ക് തുറക്കാൻ പറ്റിയില്ല. എനിക്ക് പിന്നെ അവിടെ കിടന്നിട്ട് ഇവളെ പോലെ കരയാൻ പറ്റില്ലായിരുന്നു. കാരണം എനിക്ക് പെട്ടെന്ന് അങ്ങനെ കരയുന്നൊരു പേഴ്സൺ അല്ല. ഞാൻ കരയാത്തത് കാരണം എനിക്ക് ആ 20th പൊസിഷനിൽ വരാൻ പറ്റില്ല. അതാണ് നടന്ന സത്യം. പൂജ ചേർത്ത് കരയുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു, നമുക്ക് പൂജയ്ക്ക് ഒരു അവസരം കൊടുക്കല്ലേ? അത് ഇവിടെ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്.
നമുക്ക് പൂജയ്ക്ക് ഒരു അവസരം കൊടുക്കല്ലേ പറയുന്നു. അപ്പോൾ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്നു. പൂജ 20th പൊസിഷനിൽ പോകുന്നു. അപ്പോൾ അവിടെ ഞാൻ ആരായി? കരയാൻ പറ്റാത്ത കാരണം മാത്രമാണ് എനിക്ക് 20th പൊസിഷനിൽ പോകാൻ പറ്റുന്നത്. അവിടെ പൂജയുടെ കൂടെ നിന്ന് തല്ലുകൂടി ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് അലമ്പാക്കിയിരുന്നെങ്കിൽ എനിക്കും 20th പൊസിഷനിൽ പോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതാണ് അവിടെ നടന്നത്. ഇവിടെ അപ്പോൾ ഇത്രയും കാലം ബിഗ് ബോസിൽ കണ്ടുവരുന്നത് എന്താ പറഞ്ഞാൽ കൂടുതൽ കരഞ്ഞ് മെഴുകി നിൽക്കുന്ന ആൾക്കാരാണ് ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആവാൻ പോകുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് ഈ ഒരു സീസണിൽ ജസ്റ്റ് ഒന്ന് മാറ്റേണ്ടതാണ്. തുടർന്നുള്ള എപ്പിസോഡുകളിൽ പ്ലീസ് സപ്പോർട്ട് ട്രൂ നേച്ചർ കാണിച്ച് നിൽക്കുന്നത്. അല്ലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ പാവമാണെന്ന് വിചാരിച്ച് അവർക്ക് വോട്ട് കൊടുക്കാതെ പ്രോപ്പറായിട്ട് എല്ലാം കണ്ടു മനസ്സിലാക്കി ഓഡിയൻസ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ പൂജ പറഞ്ഞതിനോട് എത്ര പേര് യോജിക്കുന്നു എന്നുള്ളതൊന്നും കമൻറ്റ് ബോക്സിൽ പറയണേ. ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താ വെച്ചെങ്കിൽ മറ്റേ പൂജയ്ക്ക് അവിടെ കരച്ചിൽ വന്നു, ഇമോഷൻ വന്നു എന്നുള്ളൂ. പക്ഷെ അവർക്ക് പറയാനുള്ള കാര്യം അവരവിടെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ല. ഈ വീഡിയോയിലുള്ള പൂജ നിങ്ങളും അതിൻ്റെ ബാക്കിലുണ്ടായിരുന്നു. മറ്റേ പൂജയ്ക്കുള്ള പോലെ തന്നെ എൻ്റെയിലും ക്യൂ കാർഡ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ ക്ലൂ കാർഡ് വെച്ചിട്ട് എനിക്ക് ഒരു ചാൻസ് തരണം എന്ന് കരയാതെയും പറയാലോ. ഒരു മനുഷ്യൻ ഇമോഷണലി ചിലപ്പോൾ കരയും, കരയാതിരിക്കും, ചിലപ്പോൾ ദേഷ്യം വരും. ഏത് രീതിക്ക് വേണമെങ്കിലും ഒരു ഇമോഷനുമുള്ള ഒരാൾ റിയാക്ട് ചെയ്യാം. അതൊരു ആ ഹ്യൂമൻ്റെ ബേസിക് നേച്ചറാണ്. അതെല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. മറ്റേ പൂജ ഓപ്പർച്യൂണിറ്റി പോവും എന്നുള്ള സങ്കടത്തിൽ കരഞ്ഞാൽ പോലും അവരെന്ത് ചെയ്തു? അവിടെ വാശി പിടിച്ച് ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്ത് ആ മൊത്തം സദസ്സിൻ്റെ അട്രാക്ഷൻ മൊത്തം അവരിലേക്ക് എടുത്ത് ക്യാമറ സ്പേസ് എടുത്തിട്ട് അവരത് നടപ്പിലാക്കി. നിങ്ങളത് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസ് ഷോയിൽ കരയുന്നവർ മാത്രമേ ജയിക്കൂ, അല്ലെങ്കിൽ കരഞ്ഞു വിഴിഞ്ഞവർ അങ്ങനെയാണെങ്കിൽ അഖിൽമാരാർ കരഞ്ഞു വിഴിഞ്ഞാണോ ചോദിച്ചേ? സാബുമോൻ കരഞ്ഞു വിഴിഞ്ഞാണോ ചോദിച്ചേ? എൻ്റെ സീസണിൽ ജിൻഡോ കരഞ്ഞു വിഴിഞ്ഞാണോ ചോദിച്ചേ? അല്ല, ഇതിൽ ആരാ കരഞ്ഞു ജയിച്ച ഒരാളാരാ? ഇനിയിപ്പോൾ വേണമെങ്കിൽ മറ്റേ കുണുമോളെ പറയാം. അത് ഒരു പകുതി വേറെ കരച്ചിലും ഡ്രാമയും നാടകമൊക്കെ ആയിട്ടാണ് പോയത്. ദിൽഷ കരഞ്ഞിട്ടാണോ ജയിച്ചേ? അതൊന്നും അല്ലല്ലോ. അവരാരും കരഞ്ഞു വിഴിഞ്ഞ് മണിക്കുട്ടൻ കരഞ്ഞ് വിന്നറായതാണോ? അല്ല. പിന്നെ എന്താണ് അപ്പോൾ കരഞ്ഞാൽ എന്ത് ബെനിഫിറ്റ്? അവിടെ കരഞ്ഞാൽ പോയി. ബിഗ് ബോസിനകത്ത് കരഞ്ഞാൽ പെട്ട്. എൻ്റെ സീസണിൽ നോറ ടിഷ്യൂ പേപ്പർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. നോറ കരഞ്ഞ് ഒരു വഴിയായിട്ടാണ് നോറേൻ്റെ സീസണിൻ്റെ പകുതിയും പോയത്. പിന്നെയാണ് പിക്കപ്പ് ആയത്. കരഞ്ഞാൽ വീണ് കഴിഞ്ഞ്. ഓക്കെ, അപ്പം കരയേണ്ട സമയത്ത് കരച്ചിൽ വന്നാൽ കരയുക. ഇനിയിപ്പോൾ കരയിലൊരു ഫേക്ക് ഒരു ഫേക്ക് സാധനം ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകർ മനസ്സിലാക്കിക്കോളും. ഒരു ഒപ്പുള്ള കണ്ടസ്റ്റൻസിന് മനസ്സിലാവും. നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം. അല്ലാതെ ബാക്കിയുള്ളവരെ തലയിൽ കൊണ്ടുപോയിട്ടിട്ട് അതൊരു ബ്ലെയിം ഗെയിം ആയിട്ടോ അതുകൊണ്ടൊരു കാര്യമില്ല എന്നുള്ളത് ആദ്യം ഇതിലെ കണ്ടസ്റ്റൻസ് മനസ്സിലാക്കുക. ഓക്കെ, ഇനി എപ്പിസോഡ് മുന്നോട്ട് പോകുമ്പോൾ റിയാസ് സലീം, ഇത് ഇന്നലെ റിയാസ് കാണിച്ചിട്ടുള്ള പരിപാടി. റിയാസ് കാണിച്ചു, രഞ്ജിനി ഹരിദാസ് കാണിച്ചു. അതായത് ഈ കണ്ടസ്റ്റൻസിൻ്റെ കൂട്ടത്തിൽ ആരെയാണ് നിങ്ങൾക്ക് താല്പര്യം? ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻസിനെ നിങ്ങൾ വിളിച്ചെടുക്ക്. ഓക്കെ, അപ്പോൾ വിളിച്ചെടുക്കാൻ വേണ്ടി ഇവർ വെക്കുന്ന ക്രൈറ്റീരിയാസ് എന്താ അറിയോ? ഡിവോഴ്സ്ഡ് ആയി 2 കുട്ടികളുള്ള അമ്മമാരുണ്ടോ? ഓക്കെ, അത് സ്കിന്നിൻ്റെ കളറ്. ഇന്നിപ്പോൾ എപ്പിസോഡിനകത്ത് റിയാസ് പറയുന്നുണ്ട് ബോയ് ഫ്രണ്ട് ഇട്ടിട്ട് പോയ ഏതെങ്കിലും ലേഡീസ് ഉണ്ടോ? അതായത് ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ അവർ ചതിച്ചിട്ട് പോയിരുന്നൊക്കെ, അങ്ങനത്തെ ഒരു സാധനം. എന്തിനു ബേസ് ചെയ്തിട്ടാണ് റിയാസ് ഒരു ടീം വിളിക്കുന്നത്? നിങ്ങൾ ആരെ എനിക്കിപ്പോ അറിയില്ല. സോ റാൻഡംലി എക്സ് ബോയ് ഫ്രണ്ടാൽ ചീറ്റ് ചെയ്യപ്പെട്ട ആരൊക്കെ ഉണ്ട് ഇവിടെ? എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. അത്ര ലവ് ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ ഇതിനു മുമ്പ്? ഒരാളേ ഉള്ളൂ. 2 പേരുണ്ട്. ഓക്കെ, സോ യു കം. അതായത് റിയാസ് അടക്കമുള്ളവരിവിടെ എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എനിക്കതൊന്ന് മനസ്സിലായാൽ കൊള്ളാം. എടേ, ആണ് ചതിച്ചാലും പെണ്ണ് ചതിച്ചാലും ഇവിടെ ആണേ ചതിക്കുന്നുള്ളൂ. ആ ഒരു സാധനം കൊണ്ടുവരാനാണോ നോക്കുന്നത്? പെണ്ണുങ്ങൾ ചതിക്കുന്നില്ലേ? അല്ല, ഇവരൊക്കെ ജെൻഡർ ഇക്വാലിറ്റീനെ കുറിച്ച് ഭയങ്കര ഭീകരമായിട്ട് സംസാരിക്കുന്നവരാണ്. എന്നിട്ട് പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു സ്ക്വാഡ് എടുക്കുക, ആണുങ്ങൾക്ക് മാത്രമായിട്ട് അപ്പുറത്ത് വേറൊരു സ്ക്വാഡ് എടുക്കുക. എന്നാൽ ഒരു അപ്പകലില്ലാതെ ജെൻഡർ ഇക്വാലിറ്റി എന്ന് വെച്ചാൽ ജെൻഡർ ഇക്വാലിറ്റി എപ്പോഴാണ് വരുന്നത്? നിങ്ങൾ പറ. ലവ് റിലേഷൻഷിപ്പിൽ ചതിക്കപ്പെട്ടവരുണ്ടോ എന്ന് ചോദിച്ചാൽ കൈ പൊക്കി അതൊന്നും ഒരാളെടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. ആണുങ്ങളാൽ ചതിക്കപ്പെട്ട പെണ്ണുങ്ങളുണ്ടോ എന്ന് ചോദിച്ച് എടുക്കുക. പിന്നെ ആണും പെണ്ണും കൂടി ഒരു വേദിയിൽ ലാസ്റ്റ് വരുമ്പോൾ ആണും ഒരു പെണ്ണും ഇരിക്കുമ്പോൾ റിയാസ് പറയാണ്, ഞാൻ പെൺകുട്ടിയെ ചൂസ് ചെയ്യൂ, ഞാൻ ആണിനെ ചൂസ് ചെയ്യില്ല. അല്ല, എന്താ മോനെ റിയാസ്, എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് ഈ പ്രശ്നം ഇതിലായിട്ട് തീർന്നിട്ടില്ല. എന്നിട്ട് രാപ്പകലില്ലാതെ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് നീ തന്നെ ഒരു ഷോൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് ആണുങ്ങളെ അടിച്ചമർത്തുക. കൊള്ളാലോ പരിപാടി. അതൊന്നും എനിക്ക് ആക്സെപ്റ്റബിളായി എൻ്റെ സോണിലല്ല. പിന്നെ ഇതിലും നിങ്ങൾ നോക്കിയാൽ മതി. മറ്റേ പൂജ, ഏത് ഈ കീൻ്റെ വിഷയത്തിൽ അലമ്പുണ്ടാക്കിയ പൂജ, ആദ്യം റിയാസ് ചോദിക്കുന്നുണ്ട് ബോയ് ഫ്രണ്ടാൽ ചീറ്റ് ചെയ്യപ്പെട്ട ഏതെങ്കിലും പെൺകുട്ടികളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൈ പൊക്കിയില്ല. ഒരു കുട്ടി ഫ്രണ്ടിന് കൈ നോക്കിയപ്പോൾ 37 അപ്പുറത്ത് കൈ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി എങ്ങനെ തന്നെയാണ് തോന്നുന്നു. ബേസിക്കലി ഇതിൻ്റെ നേച്ചർ ഇങ്ങനെയാണ് തോന്നുന്നു.
അപ്പം അങ്ങനെ ഇവർ ടീമൊക്കെ സെലക്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ടാസ്കുകൾ കൊടുത്തു തുടങ്ങിയപ്പോൾ ആദ്യത്തെ ടാസ്ക് ആ ബ്ലോക്ക് വെക്കുന്ന ടാസ്ക് ആയിരുന്നു. ഈ ബ്ലോക്ക് വെക്കുന്ന ടാസ്ക് തന്നെ എനിക്ക് ഇതിൻ്റെ വേർഡിക്റ്റ് ഇവർ വിന്നർ ആരാന്നുള്ളത് പ്രഖ്യാപിച്ചല്ലോ. ഈ സാധനം പ്രഖ്യാപിച്ചതിൽ എനിക്ക് മാസീവായിട്ടുള്ള എന്തുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഇതിനകത്ത് ഇവർ തന്നെ ഈ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അഖിൽമാരാൻ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. അവരവരെ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ ഷിജു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഷിജു എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് കൈ ഉപയോഗിച്ചു. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കണ്ടതാണ്. ഒരു ബ്ലോക്ക് വെച്ചിട്ട് അടുത്ത ബ്ലോക്ക് എടുക്കുമ്പോൾ ഈ ബാക്കി വെച്ച ബ്ലോക്കിൻ്റെ സാധനം കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ടാണ് അവൻ അടുത്ത ബ്ലോക്ക് വെക്കുന്നത്. അത് അഖിൽമാരാർ ചൂണ്ടിക്കാണിച്ചതാണ് ആ ഒരു ഇതിനിടയിൽ. അതൊരു ഫൗൾ പ്ലേ ആണ്. ഓക്കെ, ആ ഫൗൾ പ്ലേ അപ്പം ചൂണ്ടിക്കാണിച്ചിട്ട് അപ്പുറത്ത് വൈശാഖ്, ഇഫ് ഐ എം നോട്ട് റോങ്, ആ ചെക്കൻ്റെ പേര് വൈശാഖാണ്. ആ ചെക്കൻ അത് കംപ്ലീറ്റ് ചെയ്തത് ഞാൻ കണ്ടതാണ്. ഞാൻ കണ്ടു. ഇനി പ്രേക്ഷകർ നിങ്ങളും അത് കണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് വിഷ്വൽസ് ഇവിടെ വയ്ക്കാം, കുറച്ച് സ്റ്റില്ലും വയ്ക്കാം. ഇവൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കുറേ നേരമായി. മനസ്സിലായോ? ഈ ഷൈജു ഇവൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈശാഖ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ വേറെ ആ ഫോട്ടോസിൽ നിന്നുള്ള രഞ്ജിത്ത് എന്നാണ് അങ്ങേരെ വരുമെന്നു. അങ്ങേര് ഈ സാധനം തട്ടി താഴെ പൂജേൻ്റെ മുകളിലേക്ക് വീണ് രണ്ടാമതും വെച്ച് തുടങ്ങുമ്പോഴും ഒക്കെ ഈ ചെങ്ങാതിൻ്റെ സ്റ്റേബിളാണ്. ഈ വൈശാഖിൻ്റെ, തൃശ്ശൂരിൽ നിന്നുള്ള വൈശാഖ്, ആ ചെങ്ങാതിൻ്റെ സ്റ്റേബിളാണ്. അപ്പുറത്തുള്ള ഈ ഷിജുവിൻ്റെ എന്താണ്, വീണു. എപ്പോൾ ബസർ അടിക്കുന്ന ടൈമിൽ താഴെ വീണു. പക്ഷെ ഫസ്റ്റ് വെച്ചത് ഞാൻ കണ്ടിടത്തോളം ഈ വൈശാഖ് എന്ന് പറഞ്ഞ ചെക്കനാണ്. ഓക്കെ, ഈ ചെക്കനാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വേർഡിക്റ്റ് വന്നതാണ് അതിലേറെ രസം. ഈ വേർഡിക്റ്റ് വന്ന സമയത്ത് ഇവർ ഈ വിന്നർ അനൗൺസ് ചെയ്യുമ്പോൾ ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഇനി കേട്ടുകൊണ്ടേ. ഇത് വെച്ചതിനകത്ത് ബസർ അടിച്ചതിന് ശേഷം വീണ് പോയിട്ടുള്ള ഒരാളുണ്ട്. കംപ്ലീറ്റ്ലി അയാള് ബിൽഡ് ചെയ്തതാണ് അല്ലേ? ഒരാളെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ ബസർ അടിച്ചതിന് ശേഷം അത് താഴെ വീണത്. പക്ഷെ ബസർ അടിക്കുന്നതിന് മുൻപ് ഏറ്റവും ആദ്യം പൂർത്തിയാക്കിയ ഒരാളുണ്ടായിരുന്നു. അപ്പം അയാൾക്ക് നമുക്കൊരു സമ്മാനം കൊടുക്കണ്ടേ? പക്ഷെ ഞങ്ങളുടെ കയ്യിലുള്ള ഈ അമൂല്യ നിധിക്ക് ആൾക്കാർ ദൗർഭാഗ്യം കൊണ്ട് മത്സരത്തിൽ ജയിച്ച വിശാഖനല്ല, ദൗർഭാഗ്യം കൊണ്ട് കട്ടകൾ താഴെ വീണുപോയ ഷിജുവിനാണ്. വിശാഖ് അങ്ങോട്ട് ഇല്ലാതായിപ്പോയി അത് കേട്ടപ്പോൾ. അപ്പോൾ ഞാനും ഇങ്ങനെ ആലോചിച്ചു, വിശാഖിന് എന്താ അവർ കൊടുക്കാഞ്ഞേ? ഒബ്വിയസ്ലി നമ്മളെ മൈൻഡിലൊരു സാധനം വരുമല്ലോ, വിശാഖിന് എന്തുകൊണ്ട് ഇത് കൊടുത്തില്ല? കാരണം വിശാഖാണ് പ്രത്യക്ഷത്തിൽ അവിടെ ആദ്യം ഈ സാധനം ചെയ്ത് തീർത്തു എന്നുള്ളത് ഞാനും കണ്ടത്. ഇപ്പോൾ ഒരു പക്ഷേ ഈ എൻറ്റയർ എപ്പിസോഡ് കാണുന്ന പ്രേക്ഷകരും വിചാരിക്കുന്നുണ്ടാവും വിശാഖ് തന്നെയാണ് തീർത്തതെന്നുള്ളത്. അപ്പോൾ ഇവർ പറയുന്ന ന്യായീകരണം എന്താ വെച്ചെങ്കിൽ ഒരു കട്ട കുറവാണ് വിശാഖിൻ്റെ എന്നാണ്. ഓക്കെ, ഷിജു ചെയ്തു തീർത്തു, ബസർ അടിക്കുന്നതിന് മുമ്പ് ഷിജുവിൻ്റെ താഴെ വീണു. പക്ഷേ ഇതിൽ ഒരു കട്ട കുറവുണ്ട് വിശാഖിൻ്റെ, അതുകൊണ്ട് വിശാഖിന് കൊടുത്തില്ല എന്നാണ് ഇവരുടെ വേർഡിൻ്റെ എക്സ്പ്ലനേഷൻ. പൂജന് രാകേഷ് തട്ടിയിട്ടത് രാകേഷ് പറഞ്ഞു അറിയാതെ വീണതാണെന്ന്. പക്ഷെ we never know what if it's a strategic move. Maybe it could be, and that worked. പൂജ ഔട്ട് ഹൗസിൽ ഫസ്റ്റ് പോയി. അത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു കംപ്ലീറ്റ്ലി പൂർത്തിയാക്കുന്നവർക്കാണ് നമ്മൾ കൊടുക്കുന്ന പെന്നറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മത്സരത്തിലെ വിജയി എന്ന നിലയിൽ നമ്മൾ ഷിജുവിന് കൊടുത്തു. മത്സരത്തെ മനോഹരമാക്കിയ ആളെന്ന നിലയിൽ നമ്മൾ രാകേഷിന് കൊടുത്തു. എന്തുകൊണ്ടാണ് വൈശാഖിനെ നഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കൂ, ആ ഓറഞ്ച് മെയിൻ ബ്ലോക്ക് വൈശാഖ് വെച്ചിട്ടില്ല. Anyway, it's okay. You still were a winner. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഓരോ നിമിഷവും ഈ വേർഡിക്റ്റ് ഞാൻ മാറിയും മറിച്ചും നോക്കിയിട്ടുണ്ട്. ഈ ചെക്കൻ ആ ഓറഞ്ച് കട്ട ഇവൻ്റെ 7 അയൽവക്കത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ കണ്ടത്. ഓക്കെ, ഇനി അപ്പുറത്തുള്ള ഈ ജയിച്ച 2 പേരും, ഓക്കെ, ഇവർ പെൻഡൻറ്റ് കൊടുത്ത 2 പേരുടെയും ബ്ലോക്കുകൾ വെച്ചത് ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ വയ്ക്കാം. ഇതിലൊരു എക്സ്ട്രാ കാണുന്നില്ല. സാധാരണ ഇത് വീണ് കഴിഞ്ഞാൽ ഇവരാരെങ്കിലും എടുത്തിട്ട് ആ എക്സ്ട്രാ വെക്കണമല്ലോ. പിന്നെ ആ കട്ട എവിടെ പോയി? ഞാൻ സിമ്പിളായിട്ട് വയ്ക്കുക, ആ കട്ട കാണണ്ടേ? ആ കട്ട ഞാൻ കണ്ടില്ല. ഞാൻ മാറി മറിച്ചൊക്കെ നോക്കിയപ്പോൾ ആ കട്ട കാണാനില്ല. മനസ്സിലായോ? ഈ വൈശാഖ് എന്ന് പറഞ്ഞ ചെക്കൻ്റെ കയ്യിൽ ആ കട്ട ഇല്ല. അതായത് അവന് കിട്ടിയതിൽ ആ കട്ട ഉണ്ടോ ഇല്ലയെന്നൊരു ഉറപ്പുമില്ല. അതൊന്ന് റിവൈൻഡ് അടിച്ച് നോക്കിയോ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ടാണോ ഇവർ പറഞ്ഞതെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല.
ക്ലിയറായിട്ട് അഖിൽമാരാർ മറ്റേ ചെക്കൻ കൈകൊണ്ട് പിടിച്ചിട്ട് ഈ സാധനങ്ങൾ എന്ത് ഫുൾ അങ്ങനെ ഒരു ഫൗൾ പ്ലേ കളിച്ചിട്ടാണ് ഈ സാധനങ്ങൾ വെച്ചെന്നുള്ളത് അഖിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പിന്നെ അഖിൽ പറയുകയാണ് ഇവരുടെ വേർഡിക്റ്റിനിടയിൽ ഇത് ദൗർഭാഗ്യവശാൽ വീണ് പോയ ആൾ വിന്നറായി എന്നുള്ളത്. അതെന്ത് ലോജിക്കാ? അല്ല മനസ്സിലാവണില്ല. അതെന്ത് ലോജിക്കാന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. പിന്നെ അതിനപ്പുറത്തുള്ള മറ്റേ എൻ്റർടൈനറാണ് ആ ചേട്ടൻ, അതുകൊണ്ട് ആ ചേട്ടന് കൊടുത്തു എന്ന് പറഞ്ഞു. രജിത്തോ അങ്ങേർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കാനാണെങ്കിൽ ഇന്നാ പിന്നെ കട്ട വെക്കുമ്പോൾ തലകുത്തി നിന്ന് ഡാൻസ് കളിച്ചിട്ട് കരകാട്ടം കളിച്ച് കഴിഞ്ഞാൽ കിട്ടൂ. അല്ലെങ്കിൽ കട്ട അങ്ങനെ വെക്കുമ്പോൾ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വപ്ന സുന്ദരി എന്നൊക്കെ പറഞ്ഞ പാട്ട് പാടിയിരുന്നാൽ കിട്ടൂ. അത് എന്തിൻ്റെ അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കട്ട മിസ്സായി എന്നുള്ളത് മാത്രമാണ് ആ വൈശാഖിൻ്റെ ഉള്ളത് അല്ലേ. ഒരു കട്ട മിസ്സായി, ആ മിസ്സായ കട്ട ആരിലേക്ക് കയറി എന്നുള്ളത് നോക്കിയിട്ട് ആ ചെക്കൻ അത് വെച്ച് കുറേ നേരം അവിടെ നിർത്തിയതുണ്ട്. അതിനൊരു അപ്രീസിയേഷൻ കൊടുക്കണ്ടേ? എന്നാൽ പിന്നെ ഇവന് ആ പെൻഡൻറ്റ് കൊടുത്ത് വിട്ടുകൂടായില്ല. അപ്പോൾ അപ്രീസിയേഷൻ ആർക്ക് പോയി? അപ്പുറത്ത് മറ്റേ ചേട്ടനും പോയി, ഇപ്പുറത്ത് ഈ ചെക്കനും കിട്ടി. അപ്പോൾ ആ പെൻഡൻറ്റ് അവർ ആ 2 പേർക്കും കൊടുത്തു. എന്നാലും ഇവൻ സേഫ് സോണിൽ പോയി. പക്ഷെ അവിടെ എന്തോ എനിക്ക് ജഡ്ജസിൻ്റെ ഭാഗത്തുനിന്നൊരു വലിയ മിസ്റ്റേക്ക് സംഭവിച്ചു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി അത് ഫീലായിട്ടുള്ളത്. ആൻഡ് അഗെയിൻ ഇവർ പൂജേനെ പിടിച്ച് എന്ത് ചെയ്ത്, പൂജേനെ പിടിച്ച് മറ്റേ ഡേഞ്ചർ സോണിലിട്ടു. പൂജേനെ പിടിച്ച് ഡേഞ്ചർ സോണിലിടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പൂജ ഇത് കഴിഞ്ഞതിന് ശേഷം, ഈ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം മറ്റേ ചേട്ടൻ്റെ ബ്ലോക്കുകൾ എൻ്റെ ബ്ലോക്കിൻ്റെ മുകളിൽ വീണത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള എഗെയിൻ ആ കുട്ടി ബ്ലെയിം ഗെയിമാണ്. മനസ്സിലായോ? വേറൊരാളുടെ മേത്തേക്ക് ആ ബ്ലെയിം ഇട്ടിട്ട് സ്വയം എസ്കേപ്പ് ആവാൻ നോക്കുന്ന പരിപാടി കാണിച്ചതുകൊണ്ട് അത്യാവശ്യം നല്ല കിട്ടുകയും ചെയ്ത് എന്ത് ചെയ്ത് ഇവർ തൂക്കിയെടുത്ത് അവിടുന്ന് മാറ്റുകയും ചെയ്തു. അങ്ങനെ കട്ടക്കളി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കോലിൻ്റെ കളി വന്നത്. കോലിൻ്റെ കളി വന്ന സമയത്തും എഗെയിൻ ഈ കോല് ഇങ്ങനെ ചെണ്ടമേളത്തിൻ്റെ ഒപ്പം നിന്ന് ഒരു കൈ കൊണ്ട് വിട്ട് റൈറ്റ് ഹാൻഡോട് അടുത്ത ആളുടെ കോല് ഗ്രാബ് ചെയ്യണം. ആ പരിപാടീൻ്റെ ആ ഫൈനൽ സെറ്റപ്പിലേക്ക് എത്തിയ സമയത്ത് ജെറ്റി, അതാണ് ആ കുട്ടിയുടെ പേര് തോന്നുന്നു, ആ കുട്ടി വേറൊരു പയ്യനും, ഇവർ 2 പേരും കൂടി നിന്ന് ആ ടൈമിൽ ഈ ലേഡിയുടെ കോല് പൊന്തിയിട്ടുണ്ട്, ഫ്ലോറിൽ നിന്ന് പൊന്തിയിട്ടുണ്ട്. ഓക്കെ, അത് വിസിബിളാണ്. പക്ഷെ ഇവരൊരു റീമാച്ച് സെറ്റപ്പിലേക്ക് പറയാമെന്ന് വിചാരിച്ചൊരു ജഡ്ജസ് നിന്നപ്പോൾ മറ്റേ ഈ വിന്നറായിട്ട് ഇവർ അനൗൺസ് ചെയ്ത് കിട്ടിയ കുട്ടി ഇല്ല, അത് റീമാച്ച് കളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഡിഫെൻഡ് ചെയ്തപ്പോൾ ഇവർ നൈസായിട്ട് എന്ത് ചെയ്തു, ഇതെടുത്തിട്ട് മറ്റേ വേറെ ഈ കുട്ടിയുടെ ഒപ്പം പങ്കെടുത്ത ആ ചെക്കനാണ് കൊടുത്തു. ഓക്കെ, ചെക്കൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ടാഷി. യെസ്, ടാഷി. ഓക്കെ, അപ്പോൾ ഈ ജെറ്റി എന്ന് പറഞ്ഞുള്ള കുട്ടി, ഈ കുട്ടി അവിടുന്ന് ഇനി കളിക്കണ്ട, നമുക്ക് ഒറ്റ മാച്ച് മതി, റീമാച്ച് വേണ്ട. കാരണം ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് പൊന്തിയിട്ടുണ്ട്, ആ കോല് പൊന്തിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ ആ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ടാഷിക്ക് പോയി. ആ കോല് കിട്ടേണ്ട സാധനം ടാഷിക്ക് കൊടുത്തു അവർ. ഇനിയിപ്പോൾ അതിൻ്റെ എപ്പിസോഡ് കണ്ടവരായിരിക്കും നിങ്ങൾ, എപ്പിസോഡ് കാണാത്തവരായിരിക്കില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, അതിൻ്റെ ആ ഫൈനൽ സാധനത്തിൻ്റെ ഒരു ഇത് ഞാനിവിടെ വെച്ച് തരാം നിങ്ങൾക്ക്. ഇതാണ് ആ ഫൈനൽ സാധനം. ഓക്കെ, എത്ര പേർക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതാ ടാഷി അത് വേണ്ട, ടാഷി ചാടി പിടിക്കാൻ നോക്കി, രഞ്ജിനി റീപ്ലേ എന്ന് പറഞ്ഞു. ഓക്കെ, കണ്ട ജെറ്റി എന്ന് പറഞ്ഞുള്ള ആ കുട്ടി ശരിക്കും ആ കുട്ടി അവിടെ സ്ട്രാറ്റജി എടുത്തതാണ്. അതായത് ടാഷി ഇങ്ങനെ ഓപ്പോസിറ്റ് ആ കോലെടുത്ത് ചാടുന്നത്. അപ്പോൾ ഈ കോൽ ഇങ്ങനെ ഇട്ടിട്ട് ഗ്രാബ് ചെയ്യണം, ഒരാൾ ഇങ്ങനെ വിടുമ്പോൾ മറ്റേ ആൾ ഗ്രാബ് ചെയ്യണം. പക്ഷേ ഈ ജെറ്റി എന്ത് ചെയ്തു, ഈ കോല് കയ്യിലിരുന്ന കോല് ടാഷിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ബാക്കിക്ക് എറിഞ്ഞു. അതൊരു സ്ട്രാറ്റജി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഫൗൾ പ്ലേ ആയിട്ട് എടുക്കാം. ദാറ്റ്സ് ലൈക്ക് ആ അവരുടെ നിയമം എന്താ അതിനനുസരിച്ച് ജഡ്ജസിന് അത് എടുക്കാം. അങ്ങനെ എടുത്തിട്ട് ഇവർ ജെറ്റീനെ ഓൾമോസ്റ്റ് എന്താ പറയുക, ജെറ്റി ജയിച്ചു എന്നുള്ള രീതിക്ക് നിൽക്കുമ്പോൾ റീമാച്ച് ഓൾറെഡി രഞ്ജിനി പറയുന്നുണ്ട്. അപ്പോൾ ജെറ്റി ഇവർക്കൊരു കാരണം കൂടി ഇട്ട് കൊടുത്തു, റീമാച്ച് എന്തിനാന്നുള്ളത്. അതിലിവരെന്ത് ചെയ്തു, നേരെ ടാഷിനെ പിടിച്ച് വിന്നറാക്കി. അതായത് ഈ ഇട്ടത് ഫൗളാക്കി. ആദ്യം ഇവർ ഇട്ടതിൻ്റെ മുകളിൽ കുറച്ചൊരു റിലാക്സേഷൻ കൊടുത്തിട്ട് രണ്ടാമത് കളിക്കാതാണെങ്കിൽ ജെറ്റിയുടെ അതിബുദ്ധി എന്ത് ചെയ്തു, ആ ഒരു അങ്ങോട്ട് കയറി ഒപ്പോസ് ചെയ്തത് പണിയായി. ഇവർ ടാഷീനെ പിടിച്ച് വിന്നറാക്കി. ആൻഡ് ടാഷി കുറച്ചും കൂടി ഈ കൂട്ടത്തിൽ സ്മാർട്ടാണെന്ന് തോന്നുന്നു. കാരണം ടാഷീനോട് ഇത് ഈ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരാളെ നിങ്ങൾക്കിപ്പോൾ പുറത്താക്കാൻ തോന്നിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പേര് കൊടുക്കാൻ തോന്നിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഫേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വേറൊരു ലേഡീനെ പിടിച്ച് കാണിച്ചു. അപ്പോൾ ഈ പയ്യൻ കുറച്ച് സ്മാർട്ടാണ്, അത് അടിപൊളിയാണ്. പിന്നെ ഈ കുട്ടിയും, ഈ ജെറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയും അത്യാവശ്യം സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്.
ഓക്കെ. പിന്നെ അതിനുശേഷം ലാസ്റ്റ് അഖിൽമാരാരുടെ ടീം വന്നു. അഖിൽമാരാരുടെ ടീം വന്ന സമയത്ത് അതിനകത്ത് ഈ പൈപ്പിൽ നിന്ന് മറ്റേ ഊതി ഒരു നിലത്ത് കിടക്കുന്ന ഒരു കളർ, അവർക്ക് ഓൾറെഡി ഒരു ചെറിയ റിബൺ പോലത്തെ എന്തോ പേപ്പർ റിബൺ പോലത്തെ സാധനത്തിൻ്റെ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. അവരുടെ കളേഴ്സും നിലത്ത് ഇങ്ങനെ മൊത്തത്തിൽ സ്പ്രെഡായി കിടക്കുന്നുണ്ടാവും. അത് ഊതി വലിച്ച് നമ്മൾ എടുത്തിട്ട് അപ്പുറത്ത് ബൗൾ കൊണ്ടുവരണം. സോ നമ്മളുടെ ആ ഒരു ലെങ് കപ്പാസിറ്റി ഒക്കെ നോക്കുന്നൊരു ടാസ്ക്കാണ്. ഇതിനകത്തൊരു സുംബ ഡാൻസറും കൂടി ഉണ്ടായിരുന്നു അങ്ങേര് ട്രെയിനർ. പക്ഷേ അയാൾക്കൊന്നും ആ കപ്പാസിറ്റി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഈ ടാസ്ക് ശരിക്കും നൈസ്, അത്യാവശ്യം കൂട്ടത്തിൽ ഇപ്പം ഇതുവരെ കൊടുത്തതിൽ കുറച്ച് ഫിസിക്കലി പണിപ്പെട്ട് എടുക്കേണ്ട ഒരു ടാസ്ക്. കാരണം നിലത്ത് കാലുകുത്തി ഇരുന്ന് ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് ബ്രീത്ത് വലിച്ചെടുത്ത് രണ്ടാമത് നീച്ച് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫിസിക്കലിയും കുറച്ച് എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമായിരുന്നു. കൂട്ടത്തിൽ ടഫ് ഗെയിം ഇതായിരുന്നു. അങ്ങനെ ഈ ഗെയിമിൻ്റെ ഇടയിൽ നമുക്ക് രസമാണ്, ഓരോ കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ കണ്ടസ്റ്റൻറ്റിൻ്റെ ഊതുന്നുണ്ടായിരുന്നു. ആൻഡ് കുറേ ഊതുന്നുണ്ടായിരുന്നു. അതായത് നിലത്ത് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഊതി വിടുന്നുണ്ടായിരുന്നു ആ നിലത്ത് കിടന്ന കളർ പേപ്പർ. അതായത് വേറൊരാളുടെ ഇപ്പം ഇതിൻ്റെ മഞ്ഞയാണെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തുള്ള ആൾ റെഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മഞ്ഞ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഊതിയ മാറി പോകും. അത് രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തൊരു ലൂപ്പ് ഹോള് ഇവർ ജഡ്ജസ് വിളിച്ച് പറയുന്നുണ്ട്. എസ്പെഷ്യലി അഖിൽമാരാർ ഈ കാര്യത്തിലൊക്കെ കണ്ണിങ്ങാണ്. അയാൾ വിളിച്ച് പറയുന്നുണ്ട്, അതായത് വേറൊരാളുടെ ബൗളിൽ വേറൊരു കളർ പേപ്പർ വന്നാൽ അത് കൗണ്ട് ചെയ്യില്ല, ഡിസ്ക്വാളിഫൈ ആണ്. അപ്പോൾ അത് നിങ്ങൾ ആരും ചെയ്തില്ല. അതായത് അത്രയും എന്താ പറയുക, ഒരു ഫേസ്റ്റ് ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ക്രൂക്കഡ് ഗെയിം എന്ന് പറയാം. പക്ഷേ ആരും അത് ചെയ്തില്ല. അപ്പം ഇതിൻ്റെ വിന്നർ ഈ ശ്യാം എന്ന് പറഞ്ഞ ചെക്കനാണ് ഇതിനിടയിൽ എന്ത് ചെയ്തത്, മൊത്തത്തിൽ ഈ സാധനം ഊതിക്കളഞ്ഞത്. അപ്പം എല്ലാവരും വിചാരിച്ചത് ശ്യാം ജയിക്കും. കാരണം ശ്യാം ഇങ്ങനെ പാറി നടന്ന് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സാധനങ്ങൾ അവർക്ക് ബാക്കിയുള്ളവരിൽ നിന്ന് തട്ടിയിട്ട് ഇവൻ നിർത്താതെ, ഈ ശ്യാം നിലത്തുനിന്ന് നിർത്താതെ ഈ സാധനങ്ങൾ എടുത്ത് നോക്കുകയായിരുന്നു. ഓക്കെ. അപ്പോൾ അത് അവിടെ ശ്യാം സെക്കൻഡായി. ശ്യാമിനൊരു സാധനം കിട്ടി. അതിന് മുന്നേ വേറൊരു കുട്ടി, ഈ കുട്ടീൻ്റെ പേര് സീന നോട്ടോ, ഈ കുട്ടീൻ്റെ പേര് ലോലീറ്റ. യെസ്, ലോലീറ്റ. 19 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി. ഇന്നലെയും ഞാൻ പറഞ്ഞൊരു 18 വയസ്സുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. ഈ 19-18 വയസ്സുള്ള ഒരു കുട്ടി നിർബന്ധമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്രാവശ്യം ബിഗ് ബോസ് ഹൗസിന് ഈ 2 പേരിൽ ഒരാൾ എന്തായാലും കയറും, അത് ഉറപ്പാണ്. എനിക്ക് ഈ കുട്ടിയുടെ പെർഫോമൻസ് എന്ന് കണ്ടപ്പോൾ ഇന്നലത്തെ കുട്ടീനേക്കാൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഈ ലോലീറ്റേനെ തോന്നി. മേ ബി ലോലീറ്റയ്ക്ക് മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ടാസ്ക് കളിച്ച് ജയിച്ചിട്ടുണ്ട്. കാരണം ലോലീറ്റ സൈലൻ്റ് ആയിട്ടാണ് കളിച്ചത്. ശ്യാം അപ്പുറത്ത് ബാക്കിയുള്ളവർ ഊതിക്കളഞ്ഞിട്ടും കുറച്ച് ആക്റ്റീവായിട്ട് ആ ഒരു സാധനം കാണിച്ചിരുന്നു ഷോൻ്റെ മൊത്തം. ഇതിനകത്ത് ആദ്യം മുതലേ കാണിക്കുന്നുണ്ട്, ഇവനെ നോട്ട് ചെയ്തിട്ടുണ്ട് ഇവർ. പക്ഷെ ലോലീറ്റേനെ ആരും നോട്ട് ചെയ്തിട്ടില്ല. ലോലീറ്റ ആ കറക്റ്റ് ടൈമിൽ ടാസ്ക് കളിച്ച് വൃത്തിക്ക് അവർ ഒരു സ്ട്രാറ്റജി എഗെയിൻ അഖിൽമാരാർ അതിനിടയിൽ പറയുന്നുണ്ട്. അറ്റ് എ ടൈം ഉള്ളിക്ക് ബ്രീത്ത് എടുക്കാൻ ലെങ് കപ്പാസിറ്റി ഉള്ള പവർഫുൾ ലെങ് കപ്പാസിറ്റി ഉള്ളവർ, ഇങ്ങനെ വാക്വം ചെയ്യാൻ വലിക്കാൻ കപ്പാസിറ്റി ഉള്ളവർ ഒരു പേപ്പറല്ല 2-3 പേപ്പർ വേണമെങ്കിൽ വലിച്ചെടുത്ത് കൊണ്ടുപോയി ഇടാം. ഓക്കെ. അപ്പോൾ ഈ ലോലീറ്റ അത് ചെയ്തു എന്നാണ് ലോലീറ്റ അപ്പോൾ പറഞ്ഞത്. അപ്പം അങ്ങനെ മൊത്തത്തിൽ കുറച്ച് വിന്നേഴ്സിനെ കിട്ടി. പിന്നെ കുറച്ച് പേര് ഡേഞ്ചർ സോണിൽ പോയി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ജഡ്ജസിൻ്റെ ചില തീരുമാനങ്ങൾ അത്ര ഫെയർ ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ രഞ്ജിനി ഹരിദാസ് ഒരു പരിധി വരെ ആ ജഡ്ജ് എന്നുള്ള രീതിക്ക് കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് കൃത്യമായിട്ട് കട്ട് ചെയ്യേണ്ട സമയത്ത് കട്ട് ചെയ്യുക, ആ ജഡ്ജിൻ്റേതായിട്ടുള്ള കുറച്ച് പവർഫുൾ ഐറ്റംസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. റിയാസൊക്കെ ചുമ്മാ ഇരിക്കുകയാണ്. ഒരു തരത്തിലും ജഡ്ജ് എന്നുള്ള രീതിയിൽ ഒരു ഇൻവോൾവ്മെൻറ്റും റിയാസിനില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അട്ടർ പുച്ഛവും മറ്റേ ആറ്റിറ്റ്യൂഡ് ഇട്ട് ഇങ്ങനെ ഇരുന്ന് ഒരു സൈഡ് ചെരിഞ്ഞിരിക്കുക എന്നല്ലാതെ ചെങ്ങായി ഒരു രീതിയിലുള്ള ഇൻവോൾവ്മെൻറ്റും ഇതിനകത്ത് കാണിക്കുന്നില്ല. അഖിൽമാരാർ വീണ്ടും ഇവർക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, ഇവർക്ക് കുറച്ച് ഐഡിയാസ് കൊടുക്കുന്നുണ്ട്. അഖിൽ കുറച്ചും കൂടി ഇൻവോൾവ് ആണ്. പക്ഷെ മറ്റവൻ എന്ത് കാണിക്കണമെന്ന് തന്നെ എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ചുമ്മാ ആറ്റിറ്റ്യൂഡ് ഇട്ട് അവിടെ വന്നിരിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിലും നന്നായിട്ട് 500-ന് 50,000-ൻ്റെ ആറ്റിറ്റ്യൂഡ് തരുന്ന ഇഷ്ടംപോലെ പ്രീവിയസ് കണ്ടസ്റ്റൻസ് ഉണ്ട്. അവരെ ആരെങ്കിലുമൊക്കെ വിളിച്ചു കൊടുന്നിരുത്തിയാൽ മതി. നീ മുതലിനാണ് കൊടുന്നിരുത്തേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ എനിക്കതാണ് തോന്നിയത് ഇന്നത്തെ എപ്പിസോഡ്. ഇനി നാളത്തെ എപ്പിസോഡ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനിടയിൽ 1-2 ഞാൻ പറഞ്ഞല്ലോ, ഈ കണ്ടസ്റ്റൻസ് അത്യാവശ്യം പുറത്തിരുന്ന് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, ഇന്ന് ഫസ്റ്റ് എപ്പിസോഡിൽ പേളിമാണി എന്ന് എഴുതിയിട്ട് പിന്നെ ഫ്ലോറിൽ വന്നപ്പോൾ രഞ്ജിനി ഹരിദാസിനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞത്. ആ കുട്ടി ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഹലോ ഗൈസ്, ഞാൻ വർഷ. നിങ്ങൾ എന്നെ കുറച്ച് പേർക്ക് ഹോട്ട്സ്റ്റാറിൽ ബിഗ് ബോസ് അഗ്നിപരീക്ഷ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ കണ്ടു കാണും.
എപ്പിസോഡ് ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ആവാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് മുന്നേ ഞാൻ കുറേ വീഡിയോസ് എൻ്റെ തമ്പ്നെയിൽ വെച്ചിട്ട് വരുന്ന കണ്ടു. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് തരണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വന്നതാണ്. പിന്നെ ഇതൊക്കെ ഒരു ഭാഗമാണ്, പാർട്ട് ഓഫ് ഗെയിം. ഞാൻ അതിനെയൊന്നും വലിയ ഇതായിട്ട് എടുക്കുന്നില്ല, അതിനൊന്നും പ്രശ്നമില്ല. ഓരോരുത്തർക്കും ഓരോ കണ്ടന്റ്സ് വേണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ കണ്ടന്റാണിത്. ഞാൻ അവിടെ നടന്ന് എന്താണെന്നുള്ളത് പറയാം. അപ്പം ആരാണ് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി എന്ന് ഞാൻ ഓൾറെഡി എഴുതിയിരുന്നത് പേളി മണി എന്നായിരുന്നു. കാരണം ഞങ്ങൾക്കതൊരു 1 month മുന്നേ തന്ന ക്വസ്റ്റ്യൻ. ഞങ്ങൾ ഓഡിഷൻ ടൈമിൽ പോയപ്പോൾ തന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യനെയർ. അപ്പം ഞാനതിൽ എഴുതി. അതിനുശേഷം ഈ കഴിഞ്ഞ മന്ത് കുറച്ച് വിഷയങ്ങളുണ്ടായി. പേളി മണിയെ അൺഫോളോ ചെയ്യുകയും അതുപോലെ അവരുടെ സൈഡിൽ നിന്നുള്ള സംസാരങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ സ്റ്റേജ് ചോദിച്ചപ്പോൾ ഞാൻ അത് പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് രഞ്ജിനി ചേച്ചി എന്ന് ആദ്യം തന്നെ, കാരണം സേഫ് സോൺ അതാണ് പറഞ്ഞത്. അപ്പം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്താണ് അവിടെ ഇതല്ലല്ലോ എഴുതിയേക്കുന്നത് പറഞ്ഞു. അപ്പം ഞാൻ സ്റ്റേജിൽ വെച്ചൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു ഇന്ന കാരണത്താലാണെന്നുള്ളത്. പക്ഷെ അത് കട്ടായി പോയിട്ടുണ്ട്, അത് വന്നിട്ടില്ല എപ്പിസോഡിൽ. സോ അത് അവരുടെ സ്ട്രാറ്റജിയാണ്. പിന്നെ ഒത്തിരി ലെങ്തി എപ്പിസോഡായിരുന്നു. അപ്പം അവർക്കും അതിടാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നായിരിക്കത്തില്ല. ചിലപ്പം മേ ബി അവരുടെ സ്ട്രാറ്റജി ആയിരിക്കാം ഇത്. പിന്നെ എൻ്റെ സൈഡ് എനിക്കൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പിസോഡ്സ് ഒക്കെ കാണുക. എന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. അപ്പം എനിക്ക് റിയാക്ട് ചെയ്യണം. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. ഇല്ലേ ഞാനിത് ഏറ്റുവാങ്ങുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ. ഓക്കെ, അപ്പോൾ ഈ കുട്ടി പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു അവർ എപ്പിസോഡ് ലോങ് ആയതുകൊണ്ട് വെട്ടി വന്നില്ല. ഇതാണ് ബിഗ് ബോസ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. കാണുന്ന പ്രേക്ഷകരും ഇനി ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുള്ളവരൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മളവിടെ പോയി പെർഫോം ചെയ്യുന്നതോ നമ്മളവിടെ പോയി നമ്മളെ ബിഹേവിയർ എങ്ങനെ ചെയ്യുന്നതോ അതൊന്നുമല്ല ബിഗ് ബോസ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഈ വെട്ടി ഒട്ടിക്കലാണ്. ഓക്കെ, അതിലാണ് കളി ഇരിക്കുന്നത്. ഇത് എത്രയോ കണ്ടസ്റ്റൻസ് ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ ബിഗ് ബോസിന് ഇറങ്ങിയ സമയത്ത് ഒരുപാട് പറഞ്ഞാൽ കാണിച്ചിട്ടില്ല, പലതും കാണിക്കുന്നില്ല. മനസ്സിലായില്ലേ? അതൊരു ഡെസ്പറേറ്റ് സാധനമാണ്. ഇതിപ്പോൾ എത്ര പേർക്ക് മനസ്സിലാവും? ഈ കുട്ടി പറഞ്ഞ സാധനം എനിക്ക് തോന്നുന്നു ഹോട്ട്സ്റ്റാറിൽ ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ട്. അത് ഞാൻ മുമ്പ് എഴുതി ഫില്ല് ചെയ്ത ഫോമാന്നിട്ട് ഈ കുട്ടി പറഞ്ഞിട്ടുണ്ട്. മേ ബി ടി വിയിലെ എപ്പിസോഡിൽ ഈ സാധനം വന്ന് കാണില്ല. അതുകൊണ്ടായിരിക്കണം ഇത്രത്തോളം ഒരു ഹെയ്റ്റ്, അല്ലെങ്കിൽ ഇത്രത്തോളം നീ അവിടെ പോയപ്പോൾ മാറ്റി പറഞ്ഞല്ലടി എന്നുള്ളത്. പക്ഷെ അത് സേഫ് സോണിൽ പോകാനാന്നുള്ളത് ഈ കുട്ടീനെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ അതിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, അവരെന്നെ പറഞ്ഞത് സേഫ് സോണിൽ പോകാൻ വേണ്ടി ചെയ്ത പരിപാടിയാണെന്നുള്ളത്. അപ്പോൾ കാണുന്ന പ്രേക്ഷകരാണെങ്കിലും ഇനി പോകാൻ ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഈ വെട്ടി ഒട്ടിക്കുന്ന, അവർ കാണിക്കുന്ന പെർസ്പെക്റ്റീവ് കണ്ടുകൊണ്ടുള്ള ഒരു സാധനമാണ്. അതിൻ്റെ മുകളിൽ സംസാരിക്കുന്നത് നമുക്ക് ക്യാഷ്വലായിട്ട് സംസാരിച്ച് പോവാം. ബട്ട് വെട്ടിപ്പോയത് എന്താണോ, പുറത്ത് വരാത്ത എന്താണെന്നുള്ളത് ആ കണ്ടസ്റ്റൻറ്റിനെ അറിയുമായിരിക്കുള്ളൂ, നമുക്കറിയാൻ പാടില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു വേർഷൻ കൂടി ഇതിനകത്തുണ്ട്. പക്ഷേ അതൊന്നും വെച്ചിട്ട് ആരും ജഡ്ജ് ചെയ്യലില്ല. കണ്ടത് വെച്ച് ജഡ്ജ് ചെയ്ത് പോക്കാണ് നമ്മളെ പരിപാടി. ഓക്കെ, അപ്പോൾ അതങ്ങനെ ഇരിക്കും. അതിലിപ്പോൾ നമ്മൾ ആ ഷോയ്ക്ക് എഴുതി കൊടുക്കുകയാണല്ലോ, ന്യൂ ഇയർ ഈ ഷോയ്ക്ക്, ന്യൂഡൽഹി ഈ ഷോയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ അവർ കാണിച്ചോ കാണിച്ചില്ലേ ഇറലവൻ്റ് ആണ്. അത് നമുക്കവിടെ ചോദ്യം ചെയ്യാനും പറ്റൂല. എൻഡ് ഓഫ് ദ ഡേ അവരെ ഷോ അവരിഷ്ടമുള്ളത് വെട്ടും, കുത്തും, കാണിക്കാതിരിക്കും. നമ്മളാണെങ്കിൽ ഇതൊക്കെ സമ്മതിച്ച് എഗ്രിമെൻ്റ് ഒപ്പിട്ട് പോയതുമാണ്. അപ്പം പിന്നെ കാണിച്ചോ കാണിച്ചില്ലേ എന്നുള്ളതിന് മുകളിൽ ഇനി വർത്താനം പറയാൻ പോയിട്ട് കാര്യമില്ല. നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവർ കണ്ടതിനെ കുറിച്ചിട്ടല്ലേ നാട്ടുകാർ പറയൂ. അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് ബിഗ് ബോസ് ഷോ എന്നുള്ളത് ഇനിയെങ്കിലും പോകുന്നവരും മനസ്സിലാക്കുക. ഓക്കെ, ബൈ.